അഞ്ചാം ക്ലാസ്സിലെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയം അടിസ്ഥാന പാഠാവലി 2024 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നോക്കാം. ഈ വീഡിയോയിൽ ഉത്തരം എഴുതേണ്ട രീതി കൂടി വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത പരീക്ഷയ്ക്കും എങ്ങനെ ഉത്തരം എഴുതണമെന്ന് മനസ്സിലാക്കി നമുക്ക് കൂടുതൽ മാർക്ക് വാങ്ങാൻ അത് സഹായിക്കും. പ്രവർത്തനം 1 വായിക്കാം എഴുതാം. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് ഈ വായനക്കുറിപ്പായി തന്നിരിക്കുന്ന ഭാഗം 1-2 തവണ വായിച്ച് വ്യക്തമായി മനസ്സിലാക്കണം. അതിനുശേഷമാണ് ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം എഴുതേണ്ടത്. 5 എണ്ണത്തിന്റെ ഉത്തരം കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ പരീക്ഷ പേപ്പറിലേക്ക് ഉത്തരം എഴുതിയാൽ മതി. ഇത് വലിയ ചോദ്യമായതുകൊണ്ട് ഞാൻ വായിച്ചു തരുന്നില്ല. നിങ്ങളെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം വീഡിയോ ഒന്ന് നിർത്തിയതിന് ശേഷം വായിച്ചു നോക്കുക. പ്രവർത്തനം 2. ഇതിൽ എ, ബി എന്നീ 2 ചോദ്യങ്ങളുണ്ട്. ഈ 2 ചോദ്യത്തിന്റെ ഉത്തരം എഴുതണമെങ്കിൽ മാത്രമേ എ ഗ്രേഡ് ലഭിക്കുകയുള്ളൂ. എ ചോദ്യം നോക്കാം. കുറിപ്പ് തയ്യാറാക്കുക. ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും. അമ്മ ചോറ് കുഴച്ച് വാരി കൊടുക്കും. എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ അമ്മ മകനോടുള്ള വാത്സല്യവും കരുതലും പ്രകടിപ്പിക്കുന്ന സന്ദർഭമാണിത്. അമ്മയുടെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ ആ പാഠത്തിലെ മുത്തശ്ശിയെക്കുറിച്ചുള്ള ഒരു കഥാപാത്ര നിരൂപണമാണ് നമ്മൾ എഴുതി പഠിച്ചത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അമ്മയെക്കുറിച്ചാണ്. അമ്മയെക്കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം എങ്ങനെ എഴുതണമെന്ന് നമുക്ക് നോക്കാം. കഥാപാത്ര നിരൂപണത്തിന് ഒരു തലക്കെട്ട് നിർബന്ധമായിട്ട് എഴുതണം. അതോടൊപ്പം തന്നെ ഏത് കഥാപാത്രമാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്, അത് ഏത് കഥയിലുള്ളതാണ്, ഏത് കൃതിയാണ് എന്നുകൂടി എഴുതണം. അടുത്ത പോയിന്റായിട്ട് നമ്മൾ എഴുതേണ്ട കഥാപാത്രത്തിന്റെ രൂപം, ഭാവം, പ്രത്യേകത, ഇഷ്ടങ്ങളുണ്ടോ ഇഷ്ടക്കേടുണ്ടോ എന്നൊക്കെയാണ്. ഇവിടെ അമ്മയെക്കുറിച്ച് രൂപത്തെക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത പോയിന്റ് കഥയിലെ സ്ഥാനം, അതായത് ഈ കഥയില് ഈ കഥാപാത്രത്തിന് ഏത് സ്ഥാനത്തിലാണ്, പ്രധാന കഥാപാത്രമാണോ അതോ ഉപകഥാപാത്രമാണോ എന്നൊക്കെയാണ് നമ്മൾ, അതോ അവസാനം വെറുതെ വന്നു പോകുന്ന ഒരു കഥാപാത്രമാണോ എന്നൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അതോടൊപ്പം തന്നെ ഇത് എഴുതുമ്പോൾ നമ്മൾ ഈ ക്രമത്തിന് വേണം എഴുതാൻ. അല്ലാതെ ഏറ്റവും ആദ്യം പറയേണ്ട കാര്യം ഏറ്റവും അവസാനവും, അവസാനം പറയേണ്ട കാര്യം ആദ്യവും പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ നമ്മൾ ക്രമീകരിച്ച് 1-2 ഖണ്ഡികയായിട്ട് എഴുതിയാൽ മാത്രമേ നമുക്കിതിന് 4 സ്കോർ ലഭിക്കുകയുള്ളൂ. ബി ചോദ്യത്തിന്റെ ഉത്തരം കൂടി എഴുതുകയാണെങ്കിൽ 1 സ്കോർ ലഭിക്കും. അങ്ങനെ ആകെ 5 സ്കോർ ലഭിക്കും. 5 സ്കോർ ലഭിച്ചാലേ നമുക്ക് എ ഗ്രേഡ് കിട്ടുകയുള്ളൂ. ഉത്തരത്തിന്റെ ആ പോയിന്റുകളൊന്ന് എഴുതി നോക്കാം. ഇവിടെ അമ്മ എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഒരു 4 പോയിന്റ് നമുക്ക് കണ്ടെത്തണം. 1, തിക്കൊടിയന്റെ രാക്ഷസന്റെ ചിരി എന്ന കഥയിലെ കഥാപാത്രമാണ് അമ്മ. ഇനി മറ്റൊരു പോയിന്റ്, അടുത്തുള്ള മാളിക വീട്ടിൽ ജോലി ഭക്ഷണം കൊണ്ടുവരും. ഉണ്ണിക്കുട്ടനോട് സ്നേഹമുണ്ട്. തിരിച്ചും, അതായത് ഉണ്ണിക്കുട്ടന് അമ്മയോടും സ്നേഹമുണ്ട്. ആ ഒരു പോയിന്റ് നമ്മൾ വിശദീകരിച്ചെഴുതണം. ഇനി 3ാമത്തെ പോയിന്റ്, കഥയിൽ നേരിട്ട് വരുന്നില്ല എങ്കിലും കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു. അമ്മ എന്ന കഥാപാത്രം ഈ പാഠഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നില്ല, പക്ഷെ പല ഉണ്ണിക്കുട്ടൻ്റെ ചിന്തകളിലൊക്കെ ഈ അമ്മ വരുന്നുണ്ട്. അങ്ങനെ കഥയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. 4ാമത്തെ പോയിന്റ്, ഇവയെല്ലാം ചേർത്ത് 2-3 ചെറു ഖണ്ഡികയായിട്ട് എഴുതിയാൽ മതി. ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 4 സ്കോർ ലഭിക്കും. ഞാനിവിടെ അതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അമ്മ കഥാപാത്ര നിരൂപണം. തലക്കെട്ടാണ്. തിക്കൊടിയൻ രചിച്ച രാക്ഷസന്റെ ചിരി എന്ന കഥയിലെ ഒരു കഥാപാത്രമാണ് അമ്മ. അടുത്തുള്ള വലിയ മാളിക വീട്ടിൽ വീട്ടുവേലയാണ് ജോലി. ജോലി കഴിഞ്ഞ് സന്ധ്യയാകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. വരുമ്പോൾ ഇത്തിരി ചോറും കറിയും പപ്പടവും കൊണ്ടുവരും. ചിലപ്പോൾ നല്ലോണം ഇരട്ടിയിട്ടാണ് അമ്മ വരുന്നത്. ഉണ്ണിക്കണ്ണൻ ഉറങ്ങിയിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ വന്ന ഉടനെ അവനെ വിളിച്ചുണർത്തി ചോറ് വാരി കൊടുക്കും. അമ്മയുടെ സ്നേഹമാണ് ഇവിടെ വെളിവാകുന്നത്. ഉണ്ണിക്കുട്ടന് അമ്മ അവനെ എടുക്കുന്നത് വലിയ ഇഷ്ടമാണ്. അവന്റെ നിർബന്ധത്തിന് വഴങ്ങി അമ്മ അവനെ കുറച്ചു നേരം എടുക്കും. ഉണ്ണിക്കണ്ണന് അവന്റെ അമ്മയെ വലിയ ഇഷ്ടമാണ്. അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവന് വലിയ സന്തോഷമാണ്. അവിടെ അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ബന്ധം നമ്മൾ വായനക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത്തിരി വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അമ്മ കഥയിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും അമ്മയെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും കഥയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാന കഥാപാത്രത്തെ പോലെ അമ്മയും ഈ കഥയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരു 100 ചോദ്യങ്ങൾ അമ്മയോട് ഉണ്ണിക്കണ്ണൻ ചോദിക്കും. ഞാനും ഇതുപോലെ എൻ്റെ അമ്മയോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഈ കഥയിലെ അമ്മയും എൻ്റെ അമ്മയും ഒരുപോലെയാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു അഭിപ്രായം കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടേതായ ഒരു അഭിപ്രായം ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ ടീച്ചർ അതിന് തീർച്ചയായും നല്ല മാർക്ക് തരും. ഇനി നമുക്ക് ബി ചോദ്യം നോക്കാം. അവൻ വീണ്ടും തന്റെ അപേക്ഷ ആവർത്തിച്ചു. എന്തായിരുന്നു ഉണ്ണിക്കണ്ണന്റെ അപേക്ഷ?
ബംഗ്ലാവിൽ വീണ്ടും പോകണം, കഥകൾ കേൾക്കണം, ഊഞ്ഞാൽ വേണം, പൂന്തോട്ടത്തിൽ കളിക്കണം. ഇതിലൊരെണ്ണം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഊഞ്ഞാൽ വേണം. പ്രവർത്തനം 3 എ വിശകലന കുറിപ്പ്. ഇതിലും എ ബി എന്ന 2 ചോദ്യമുണ്ട്. കുട്ടികൾ ബി ചോദ്യം എഴുതാൻ മറന്നു പോകരുത്. അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവു ഭൂഷണം നിനക്കുണ്ണി. കുട്ടികളുടെ വികൃതികളെല്ലാം അവർക്ക് ഭൂഷണമാണെന്നാണ് അമ്മ കരുതുന്നത്. പരിക്കേറ്റ കുട്ടി എന്ന കവിതയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. വിശകലനക്കുറിപ്പ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വിശകലനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. വിശകലനക്കുറിപ്പിന് ഒരു തലക്കെട്ട് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ സന്ദർഭത്തെ വിശകലനം ചെയ്യണം. അതായത് ഏത് കൃതി, ഏത് രചയിതാവ് എന്ന് എഴുതണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കി എഴുതാൻ പാടുള്ളൂ. അല്ലാതെ വെറുതെ കാര്യത്തിലേക്ക് കടക്കാൻ പാടില്ല. എവിടെയുള്ളയാളാണ്, എന്താണ് സംഭവം, അതൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയണം. അടുത്ത പോയിന്റ്, സംഭവം എഴുതണം. എന്താണ് സംഭവം, ആ സംഭവം ശരിയോ തെറ്റോ അല്ലെങ്കിൽ നല്ലതോ ചീത്തയോ, ആ ഒരു കാര്യം കൂടി നമ്മൾ എഴുതണം. അതോടൊപ്പം തന്നെ സ്വന്തം അഭിപ്രായം എഴുതണം. അതായത് ഇത് നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ എന്ന് നമ്മുടേതായ ഒരു അഭിപ്രായം കൂടി അത് ഉൾപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ അക്ഷരത്തെറ്റില്ലാതെ 2 ഖണ്ഡികയായി തിരിച്ചു വേണം എഴുതാൻ. ഞാനിതിന്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിക്കാം. കവിതാ വിശകലന കുറിപ്പ്. കുമാരനാശൻ രചിച്ച പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ പരിക്കേറ്റ കുട്ടി എന്ന കവിതയിലുള്ള വരികൾ ആണിത്. ചെറിയ കുട്ടി ഓടിക്കളിക്കുമ്പോഴും റോസാ ചെടിയിലെ പൂ പറിക്കുമ്പോഴും ദേഹത്തുണ്ടായ മുറിവുകളും ചതവുകളും കണ്ട് ദേഷ്യപ്പെടാതെ അതൊക്കെ കുട്ടിയുടെ അലങ്കാരമാണ് എന്ന് അമ്മ പറയുന്നതാണ് സന്ദർഭം. എന്നാണ് ഇത് എടുത്തത്, എന്താണ് സംഭവം, അത് രണ്ടും നമ്മൾ ഇത്രയും കാര്യം കൊണ്ട് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ഒന്ന് വിശകലനം ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ അഭിപ്രായം എഴുതണം. നമുക്ക് ആ 3ാമത്തെ ഭാഗം നോക്കാം. കളി കുട്ടികളുടെ ജീവിതമാണ്. കളിക്കിടയിൽ ഉണ്ടാകുന്ന മുറിവുകളും വീഴ്ചകളും കുട്ടികളുടെ അലങ്കാരമായി മാറുന്നു. കുട്ടികളുടെ വളർച്ചയിലും സ്വഭാവ രൂപീകരണത്തിലും പ്രകൃതി നിരീക്ഷണത്തിലും അനുഭവ പാഠങ്ങൾക്കും ഈ മുറിവുകളും വീഴ്ചകളും കാരണമാകുന്നു. അറിവ് നേടാനുള്ള അന്വേഷണത്തിലാണ് ഇത്തരം മുറിവുകൾ പറ്റുന്നത്. പനിനീർപ്പൂവിനെ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ മുള്ളേറ്റ് മുറിവ് വരുന്നതും മാവിൽ കയറി വീണ് കാൽമുട്ടിൽ പരിക്കു പറ്റുന്നതും അനുഭവങ്ങളിലൂടെ പ്രകൃതിയെ പഠിക്കാൻ ശ്രമിക്കുന്നതാണ്. അറിവ് നേടാനുള്ള ശ്രമമായി ഇത്തരം പരിക്കുകളെ അമ്മ കാണുന്നു. വളർച്ചയ്ക്കും അറിവിനും അനുഭവങ്ങൾക്കും വേണ്ടിയുള്ള വെമ്പലിനെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ആദരിക്കുന്ന അമ്മയെയാണ് കുമാരനാശാൻ ഈ വരികളിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അഭിപ്രായമാണ് എഴുതേണ്ടത്. കത്തുന്ന മെഴുകുതിരിയിൽ തൊടുമ്പോൾ കൈ പൊള്ളുമെന്ന കുട്ടി അനുഭവത്തിലൂടെ പഠിക്കുമ്പോൾ അവനത് ജീവിതത്തിൽ മറക്കാത്ത പാഠമായി മാറുന്നു. അമ്മയുടെ ഈ ചിന്ത വളരെ നല്ല ഒരു കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ബി ചോദ്യം നോക്കാം. കുമാരനാശാന്റെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് പരിക്കേറ്റ കുട്ടി എന്ന കവിത? കുട്ടിയും തള്ളിയും, പുഷ്പവാടി, മിന്നാമിനിങ്ങ, വീണപൂവ്. ഉത്തരം പുഷ്പവാടി. അടുത്ത ചോദ്യം പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പ്. അവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. കവിത നമുക്ക് വായിക്കാം. കവിതയുടെ പേര് കടൽ എന്നാണ്. നീതു ജെ ആണ് കവിത എഴുതിയിട്ടുള്ളത്. കവിത. കടൽ. കടലെ നിന്നുടെ കഞ്ഞിയിലാരാണ് ഉപ്പു കലക്കി പറയാമോ? ഉപ്പതു കൂടിയ കാരണമാണോ നീ എപ്പോഴും തുള്ളുന്നു? നിന്നെ കാണാൻ നിൽക്കുന്നേരം തിരകൾ വന്നു നനയ്ക്കുന്നു. നിന്നുടെ കയ്യിൽ മുത്തുണ്ടോ? മുത്തിലൊരെണ്ണം എനിക്കുണ്ടോ? ചോദ്യം നോക്കാം. കടൽ എന്ന കവിത വായിച്ചല്ലോ. കവിതയുടെ ആശയം, ഇഷ്ടവരികൾ, വാക്കുകളുടെ ഭംഗി, മറ്റു പ്രത്യേകതകൾ എന്നിവ ചേർത്ത് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കൂ. കവിതയുടെ ആസ്വാദനക്കുറിപ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം നോക്കാം. തലക്കെട്ട് വേണം. അപ്പൊ ഈ ഉത്തരത്തിന് നമ്മൾ നിർബന്ധമായി തലക്കെട്ട് എഴുതണം. തന്നിരിക്കുന്ന കവിത രചയിതാവിന്റെ പേര്, കൃതിയുടെ പേര് അത് എഴുതണം. അടുത്ത പോയിന്റ്, ആശയം അല്ലെങ്കിൽ തീം എഴുതണം. അടുത്ത പോയിന്റ്, ഇഷ്ടപ്പെട്ട വരികൾ, ഇഷ്ടപ്പെടാനുള്ള കാരണം എഴുതണം. ഇഷ്ടപ്പെട്ട വരികൾ എന്ന് മാത്രം എഴുതിയാൽ പോരാ, അത് ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നുകൂടി എഴുതണം. നല്ല പ്രയോഗങ്ങൾ, വർണ്ണനകൾ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കണം. 2 or 3 ഖണ്ഡികയായി അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. ഇത്രയും പോയിന്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 5 സ്കോർ ലഭിക്കും. ഈ 5 സ്കോർ ലഭിച്ചാൽ എ ഗ്രേഡ് ലഭിക്കുന്നതാണ്. ഇതിൽ ബി ചോദ്യം ഇല്ല, അതുകൊണ്ടാണ് ഇതിന് 5 സ്കോർ ലഭിക്കുന്നത്. ചില കവിതയിൽ രചയിതാവിന്റെ പേര് തന്നിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് ലഭ്യമായ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് പരമാവധി ഇത്രയും പോയിന്റുകൾ ഉൾപ്പെടുന്ന രീതിയിൽ എഴുതുക. എല്ലാ പോയിന്റും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. ബാക്കി കിട്ടിയ പോയിന്റ് വെച്ച് നമുക്ക് എഴുതാവുന്നതാണ്. കടൽ. കവിത ആസ്വാദനക്കുറിപ്പ്. നീതു ജയ് എഴുതിയ കടൽ എന്ന കവിത വായിച്ചു. കടൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി രചിച്ച ലളിതമായ ഒരു ലഘു കവിതയാണ് ഇത്. കടൽ എപ്പോഴും തിരമാലകളാൽ തുള്ളുന്നത് കാണുമ്പോൾ കടലിന്റെ കഞ്ഞിയിൽ അമിതമായി ആരോ ഉപ്പ് കലക്കിയതിന്റെ ദേഷ്യമാണോ എന്ന് കവയിത്രി സംശയിക്കുന്നു. കടലിൽ മുത്തുകൾ ഉണ്ടോ എന്നും ചോദിക്കുന്നു.
നല്ല ഈണത്തിലും താളത്തിലും വായിക്കാൻ പറ്റുന്ന കവിതയാണ് ഇത്. ഉപ്പതു കൂടിയ കാരണമാണോ നീ എപ്പോഴും തുള്ളുന്നു എന്ന വരികൾ ആകർഷകമാണ്. കടലിന്റെ കനിയിൽ ഉപ്പ് അമിതമായതുകൊണ്ടാണോ കടലിന് ദേഷ്യം എന്ന ചിന്ത രസകരമാണ്. അത് ന്യായവുമാണെന്ന് വായനക്കാർക്ക് തോന്നും. 8 വരികൾ മാത്രമുള്ള ചെറിയ മനോഹരമായ ഒരു കവിതയാണ് ഇത്. എനിക്ക് ഈ കവിത നന്നായി ഇഷ്ടപ്പെട്ടു. 5ാമത്തെ പ്രവർത്തനം. ഇതിൽ എ ബി എന്ന 2 ചോദ്യമുണ്ട്. എ ചോദ്യം അനുഭവ കുറിപ്പ്. എത്രയൊക്കെ കഷ്ടതകൾ ഉണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും. നന്മപ്പൂക്കൾ എന്ന കവിതയിലെ ഈ വരികൾ ഓർക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവർക്കായി നന്മകൾ ചെയ്ത കുഞ്ഞുങ്ങളാണ് നിങ്ങളും. നിങ്ങൾ ചെയ്ത നന്മ നിറഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച് കുറിപ്പെഴുതുക. നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് എഴുതേണ്ടത്. അപ്പൊ പല കുട്ടികളോട് ഇങ്ങനെ പറയുമ്പോൾ ഞാനത് നന്മയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറും. ഒരു നന്മ പോലും ചെയ്യാത്തവരായിട്ട് ആരുമില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതോ നിരവധി നന്മകൾ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അടുത്തിരിക്കുന്ന കുട്ടിയുടെ പെണ്ണ് നിലത്ത് വീണാൽ നമ്മളതൊന്ന് എടുത്തു കൊടുക്കുന്ന ഒരു നന്മ പ്രവൃത്തിയാണ്. പക്ഷെ നമ്മളത് നന്മ പ്രവൃത്തിയായി തിരിച്ചറിയുന്നു പോലുമില്ല. അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞ് ഏതെങ്കിലും ഒരു അനുഭവമാണ് എഴുതേണ്ടത്. അനുഭവക്കുറിപ്പ് എഴുതുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 1, തലക്കെട്ട് വേണം. 2, ജീവിതത്തിൽ ഉണ്ടായ അനുഭവമായിരിക്കണം. നമ്മൾ വെറുതെ സങ്കല്പിച്ച് എഴുതിയാൽ നമുക്കതിൻ്റെ ഒരു വികാര തീവ്രത, നമ്മുടെ മനസ്സിലുണ്ടായ ആ ചിന്തകളൊന്നും നമുക്ക് ഫലപ്രദമായി എഴുതാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടായ അനുഭവമായിരിക്കണം. വലിയ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത ഒരാളെ സഹായിച്ചു എന്നൊന്നും അല്ല ഇവിടെ ചോദിക്കുന്നത്. നിസാരമായ ഒരു സംഭവമാണെങ്കിലും അത് നമ്മൾ എങ്ങനെ എഴുതുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം തന്നിരിക്കുന്നത്. അപ്പോൾ പ്രവൃത്തിയുടെ വലിപ്പമോ ചെറുപ്പമോ അല്ല, നമ്മൾ എഴുതേണ്ട ആ ഘട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നാണ് ടീച്ചർ നോക്കുന്നത്. അതുകൊണ്ട് എത്ര നിസാരമായ പ്രവൃത്തിയാണെങ്കിലും എഴുതാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മണ്ണിരനെ ഉറുമ്പുകൾ പിടിക്കുന്നത് കണ്ടു. അപ്പോൾ ആ പാവം മണ്ണിര മണ്ണിന് ചെയ്യുന്ന ഉപകാരം നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ആ മണ്ണിരനെ ഒരു ഈർക്കിലിയിൽ തോണ്ടിയെടുത്ത് ചെറിയൊരു മണ്ണിളക്കി അതിനകത്തേക്ക് വിടുന്നു. അതൊരു നല്ല പ്രവൃത്തിയാണ്. അതുപോലും നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. 3ാമത്തെ പോയിന്റ് നോക്കാം. തുടക്കം മുതൽ ഒടുക്കം വരെ ക്രമത്തിൽ എഴുതണം. അവസാനം വേണ്ട കാര്യം ആദ്യം എഴുതി കുളമാക്കരുത്. ആ ക്രമത്തിന് എഴുതി വരണം. 4ാമത്തെ പോയിന്റ്. മനസ്സിൽ അനുഭവിച്ച ദുഃഖം, സന്തോഷം എന്നിവ വായനക്കാർക്ക് ബോധ്യമാകുന്ന തരത്തിൽ വ്യക്തമായി എഴുതണം. എനിക്ക് സന്തോഷമുണ്ടായി, എനിക്ക് ദുഃഖമുണ്ടായി എന്ന് എഴുതിയാൽ ആർക്കും അത് ഒരു അനുഭവിച്ചതായിട്ട് തോന്നുകയില്ല. അപ്പോൾ നമ്മളത് വ്യക്തമായിട്ട് എഴുതി കഴിഞ്ഞാൽ അത് വായിക്കുന്നവർക്ക് കൂടി ബോധ്യമാകും. ഞാനിവിടെ ഒരു ഉത്തരം എഴുതിയിട്ടുണ്ട്. ഉത്തരം: ചെരുപ്പിന് ചിരി. ഒരു ദിവസം ഞാനും അമ്മയും കൂടി മണ്ണുത്തിയിൽ നിന്ന് തൃശ്ശൂർക്ക് ബസ്സിൽ പോവുകയായിരുന്നു. ഞങ്ങൾക്ക് ഫ്രണ്ട് ഡോറിന്റെ തൊട്ടു പിന്നിലുള്ള സീറ്റ് കിട്ടി. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ബസ് നിർത്തിയപ്പോൾ ഒരു അമ്മ ചെറിയ കുട്ടിയെ ഒക്കത്ത് എടുത്തുകൊണ്ട് ഇറങ്ങാനുള്ള തത്രപ്പാടിൽ കുട്ടിയുടെ കാലിൽ ഉണ്ടായിരുന്ന ചെരുപ്പ് ഊരി ബസ്സിൽ വീണു. കുട്ടി ചെരുപ്പ് പോയതുകൊണ്ട് പിടയ്ക്കുകയും തിരിയുകയും ഒക്കെ ചെയ്തു. ഇത് ആ അമ്മ അറിഞ്ഞില്ല. ഞാൻ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം ചെരുപ്പ് കയ്യിലെടുത്തു. അപ്പോഴേക്കും അവർ പുറത്തിറങ്ങിയിരുന്നു. ബസ് പോകാനായി ബെല്ലടിച്ചു. ചേച്ചി ചെരുപ്പ് എന്ന് പറഞ്ഞ് ഞാൻ ആ ചെരുപ്പ് പുറത്തേക്ക് ഇട്ടുകൊടുത്തു. അത് കണ്ട് കുട്ടി കൈ നീട്ടി എന്നെ നോക്കി ചിരിച്ചു. മനോഹരമായ ആ ചിരിയും കുട്ടിയുടെ സന്തോഷവും എൻ്റെ മനസ്സിൽ നിന്നും ഇതുവരെ മാഞ്ഞിട്ടില്ല. അപ്പൊ ഇത് നടക്കുമ്പോൾ ആ ക്രമത്തിനിങ്ങനെ വരുന്നു. ആ സംഭവം വായനക്കാരുടെ മനസ്സിലേക്ക് ഒരു ചിത്രം പോലെ, ഒരു സിനിമ പോലെ വന്ന് ആ നമ്മുടെ മനസ്സിലുണ്ടായ ആ ഒരു അനുഭവം വായനക്കാർക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിൽ എഴുതണം. ഇതേപോലെ വേണം നിങ്ങളും എഴുതാൻ. ബി ചോദ്യം നോക്കാം. മിറിക്ക് വേണ്ടി അവർക്കത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ. എന്താണ് കൂട്ടുകാർ ചെയ്തത്? ഷൂ വൃത്തിയാക്കി, ചൂടുകുപ്പായങ്ങൾ വാങ്ങി, അച്ഛനമ്മമാരെ കണ്ടെത്തി, പരീക്ഷ എഴുതി കൊടുത്തു. ഉത്തരം: ചൂടുകുപ്പായങ്ങൾ വാങ്ങി. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. ലാസ്റ്റ് ചോദ്യമാണ്. നമുക്ക് ആകെ 5 ചോദ്യങ്ങളെ എഴുതേണ്ടതുള്ളൂ. എങ്കിലും 6 എഴുതുന്നത് നല്ലതാണ്. പ്രവർത്തനം 6: സ്നേഹ സന്ദേശം. കനിവായി നിലാവായി എന്ന യൂണിറ്റിലെ എല്ലാ പാഠങ്ങളും സ്നേഹത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അച്ഛനമ്മമാരും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ക്ലാസ്സിൽ തയ്യാറാക്കുന്ന സ്നേഹ പതിപ്പിലേക്ക് ഒരു സ്നേഹ സന്ദേശം തയ്യാറാക്കുക. ചോദ്യം കാണുമ്പോൾ എന്തോ വലുതാണ്, സന്ദേശം എഴുതാനാണെന്നൊക്കെ തെറ്റിദ്ധരിക്കും. ചോദ്യം മനസ്സിരുത്തി വായിച്ചു കഴിയുമ്പോൾ ക്ലാസ്സിൽ നമുക്കൊരു സ്നേഹ പതിപ്പുണ്ടാക്കണം. അതിലേക്ക് ഒരു സ്നേഹ സന്ദേശം പോലെ ഒരു അനുഭവക്കുറിപ്പ് എഴുതാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പാഠമാകാൻ, ഒരു സന്ദേശമാകാൻ വേണ്ടി എഴുതുന്നു. അത്രയുമാണ് നമ്മളിതിൽ ചെയ്യേണ്ടത്. അതായത് സ്നേഹ സന്ദേശം എന്ന് പറഞ്ഞാൽ സ്നേഹ അനുഭവമാണ്. ഒരു
അനുഭവക്കുറിപ്പാണ്. അനുഭവക്കുറിപ്പ് അതായത് ആത്മകഥ, ഇതെല്ലാം എഴുതുന്നത് ഒരേ ഘടന പാലിച്ചുകൊണ്ടാണ്. അപ്പോൾ ആത്മകഥയുടെ അതേ ഘടനയാണ് അനുഭവക്കുറിപ്പിനും എഴുതേണ്ടത്. ഉത്തരം: മിഠായി വേണ്ടെന്ന് വെച്ചു. സ്നേഹ സന്ദേശം. രാവിലെ സ്കൂൾ ബസ്സിൽ വെച്ച് അഖിൽ എൻ്റെ ചെവിയിൽ പറഞ്ഞു, അമ്മ 10 രൂപ തന്നിട്ടുണ്ട്, ഉച്ചയ്ക്ക് 2 മഞ്ച് വാങ്ങാം. അത് കേട്ടപ്പോൾ എനിക്കും സന്തോഷമായി. അന്ന് അസംബ്ലിയിൽ ഹെഡ് മാസ്റ്റർ വീടില്ലാത്ത ഒരു കുട്ടിയുടെ കുടുംബത്തിന് വീട് നിർമ്മാണ ചെലവിലേക്ക് സാധിക്കുന്നവർ സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. അഖിൽ പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുത്ത് എന്നെ നോക്കി പറഞ്ഞു, മിഠായി പിന്നെ വാങ്ങാം. അഖിലിന്റെ നല്ല മനസ്സ് അന്നാണ് ഞാൻ കണ്ടത്. ഇത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. മിഠായിയേക്കാൾ എത്രയോ നല്ല കാര്യമാണ് അഖിൽ ചെയ്തത് എന്ന് അമ്മയും പറഞ്ഞു. ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ലഘുവായ ഒരു അനുഭവം അതോടൊപ്പം ഒരു സന്ദേശവും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള കുറിപ്പുകളെല്ലാം എഴുതുമ്പോൾ ഒരു തലക്കെട്ട് നിർബന്ധമായിട്ട് എഴുതണം. പല കുട്ടികളും തലക്കെട്ട് എഴുതുകയില്ല. ഏത് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എന്ന് പോലും ചിലപ്പോൾ കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരും. കുട്ടികൾ എ എന്നോ ബി എന്നോ ഒന്നും എഴുതാറില്ല. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നല്ല വൃത്തിയിൽ കണ്ണിക തിരിച്ച് ക്രമീകരിച്ച് എഴുതുമ്പോൾ അത് പേപ്പർ കയ്യിലെടുക്കുമ്പോൾ തന്നെ ടീച്ചർക്ക് ഒരു സന്തോഷം തോന്നുകയും നിങ്ങളോടൊരു മതിപ്പ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അടുത്ത പരീക്ഷ കൂടുതൽ നന്നായി എഴുതൂ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ.